വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് എസ് ബൈ നീതു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ബഹ്റൈനിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗ് നിങ്ങൾക്കൊപ്പം ആകാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്കിങ്ങനെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോവാം. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കുന്നത് അയാൾക്കൂട്ടൻ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ബഹളം വെക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾ ബഹളം കൂട്ടി. അതാണ് എൻ്റെ അയാൾക്കൂട്ടൻ. അപ്പോൾ പിന്നെ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ബാ. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പം അയാൻകുട്ടൻ അവിടെ ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും കുഞ്ഞിനെ എൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അങ്ങനെ മടിയിൽ കയറിയിരുന്നു. ഇതിപ്പോൾ ചായ ഗ്ലാസ് തട്ടിമറിക്കാനുള്ള പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ചൂടുവെള്ളത്തിൽ കൈ മുക്കി 2 വിരൽ പൊള്ളിയിരിക്കുകയാണ്. ഞാൻ അങ്ങ് ആകെ പേടിച്ചു പോയ ദിവസമാണെന്ന്. ആകെ പിരിപിരാന്ന് ബഹളമാണ് കക്ഷി. ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ആ സാൻഡ്വിച്ചും കൂടെ കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്കൊന്ന് പോകാമെന്നുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. അയാൻകുട്ടന് പിന്നെ ഒന്നും വേണ്ട. അയാൻകുട്ടൻ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഭയങ്കര മോശമാണ്, ഫുഡ് കഴിക്കത്തേ ഇല്ല. അങ്ങനെ അയാൻകുട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാൻ ഒരുങ്ങാണ്. എന്നെ ഒരുക്കാൻ അയാൻകുട്ടൻ സമ്മതിക്കത്തേ ഇല്ല കേട്ടോ. ഞാൻ റെഡി ആവണമെങ്കിൽ അയാൻകുട്ടനെ എടുത്തു പിടിച്ചുകൊണ്ട് വേണം മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്ത ഒരു പരിപാടിക്കും അയാൻകുട്ടൻ എന്നെ സമ്മതിക്കത്തില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് കമ്മലിട്ട് തരുവാണെന്ന്. എൻ്റെ കമ്മൽ ഊരി എടുക്കുകയാണ് കേട്ടോ അവൻ. അതുപോലെ അയാൻകുട്ടൻ ഞങ്ങൾക്ക് വൈകി വന്നൊരു വസന്തമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അയാൻകുട്ടനെ കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് അയാൻകുട്ടൻ ഞങ്ങൾക്ക് ഒരു പ്രീഷ്യസ് ഗിഫ്റ്റാണ്. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതവും എല്ലാം അയാൻകുട്ടനെ ചുറ്റിപ്പറ്റിയാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അയാൻകുട്ടന് പുറത്തോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഷൂ ഒക്കെ ഇട്ട് തരാൻ വേണ്ടിയിട്ട് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. അങ്ങനെ അയാൻകുട്ടനെയും കൊണ്ട് ഞങ്ങളൊന്ന് വെളിയിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എമിറേറ്റ്സ് മാളിലേക്കാണ് കേട്ടോ. എമിറേറ്റ്സ് മാളിൽ ചെന്നിട്ട് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. മെയിനായിട്ട് അയാൻകുട്ടന് കുറച്ച് ടോയ്സ് വാങ്ങിക്കണം, അതാണ് പ്ലാൻ. അവിടെ ചെന്നപാടെ തന്നെ ഞാനൊരു ട്രോളി എടുത്ത് അയാൻകുട്ടനെ അതിനകത്ത് ഇരുത്തി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ PT ഉഷ ആവേണ്ടി വരും. ആളെ നിലത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പോകുന്ന വഴി അറിയത്തില്ല. നമ്മൾ പിന്നെ പുറകെ ഓടി ഒരു പരുവമാകും. ഇനിയിപ്പോൾ ട്രോളിക്കകത്ത് ഇരുത്തിയാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോറടിച്ച് തുടങ്ങുമ്പോഴത്തേക്കും കരച്ചിലും ബഹളമൊക്കെ തുടങ്ങും. അതിന് മുന്നേ മേടിക്കേണ്ടതെല്ലാം മേടിച്ച് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് അടിക്കണം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം സമയം ഒരുപാടെടുത്ത് നോക്കി ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ പിന്നെ അയാൻകുട്ടനുള്ളത് കൊണ്ട് അതിനൊന്നും പറ്റാറില്ല. നേരെ പോയി കിഡ്സ് സെക്ഷനിൽ പോയി അയാൻകുട്ടന് ഇഷ്ടപ്പെട്ട കുറേ ടോയ്സൊക്കെ എടുത്തു. അവനെ ഏതൊക്കെയോ ചൂണ്ടി കാണിക്കുന്നതൊക്കെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കയ്യിൽ നിന്ന് വിടത്തില്ല കേട്ടോ, വെച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് എറിഞ്ഞു കളയും. ഇനിയിപ്പോൾ എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും എൻ്റെ കിച്ചണിലുള്ള സ്പൂണും ഫോർക്കും പാത്രങ്ങളും ഒക്കെയാണ് അയാൻകുട്ടൻ്റെ മെയിൻ ഇഷ്ടപ്പെട്ട ടോയ്സ് എന്ന് പറയുന്നത്. അത് വെച്ചാണ് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കാറ്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.